would come and tell me things like very silly things like നീ കഴിച്ചോ. വളരെ ഡീസെന്റ് ആയിട്ട് നടക്കുന്നവരെക്കാൾ നമ്മൾ വിശ്വസിക്കേണ്ടത് കുറച്ച് ലേറ്റ് ആയിട്ടും 2-3 ദിവസമായിട്ട് ഷേവ് ചെയ്യാതെ ചിലപ്പോൾ കുളിക്കാൻ വൈകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം. ഞാൻ കുളിക്കാറൊക്കെ കുളിച്ചോളൂ അങ്ങനെ പറയുന്നത്. മാനേജ്മെന്റ് കോർപ്പറേറ്റുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറിച്ച് അവിടെ ഒറിജിനൽ ആയിട്ടുള്ള മനുഷ്യരെ കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുമ്പോൾ എന്ത് ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ചേട്ടൻ സ്ഥാനത്ത് നിൽക്കുന്ന ആരായിരിക്കും? ഏത് ഒരു ആക്ടറിനെ പറഞ്ഞ ആരായിരിക്കും പറയുന്നത്? ഷറഫുദ്ദീൻ. ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു അവിടെ നിന്ന് കടവന്തുരയില് വീടിനടുത്ത് എനിക്ക് ഭക്ഷണം കഴിക്കണം, എന്താണ് പലഹാരം, പത്തിരി, ഡക്ക് പെരട്ട്. ഓക്കെ, താങ്ക് യു. സാർ ഇപ്പോൾ ഓൾറെഡി ഇത്രയും ഫിലിംസ് ചെയ്തല്ലോ, അപ്പോൾ സാറിൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ സാർ ഇത്രയും സിനിമ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? വെറുതെ പറയല്ല പടി, എല്ലാവർക്കും ഇവനെ പോലെ ഒരു ഫ്രണ്ടെങ്കിലും മസ്റ്റായിട്ട് വേണം. ഇത് ഇവന്റെ കഥയാണ്. ഓക്കെ, ഞാൻ സംസാരിക്കണ പോലെയാണ് ഡാത്തടിയ എഴുതിയത്. അവരുടെ വീട്ടിൽ വരുന്ന ഒരു ചെറിയ ചെക്കനായിരുന്നു ഞാൻ. അപ്പം ശ്യാമേട്ടനും അഭിയേട്ടനും അത് എക്സൈറ്റിംഗ് ആയിരുന്നു. ഇവരെന്ത് ഇങ്ങനെ വർത്തമാനമാണ്. മുടി കത്തി പിടിക്കുമ്പോ ഷഡ്യൂരല്ലേ. ഐ തിങ്ക് ഡാത്തടിയ വാസ് ദ ക്ലോസസ്റ്റ്. ഓക്കെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ശ്രീനാഥ് വാസി, നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എടുക്കുന്ന ഒരു ക്യാരക്ടേഴ്സിന്റെ വലിപ്പം നമ്മൾ നോക്കാറുണ്ട് അല്ലെ? എപ്പോഴെങ്കിലും ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആൾക്കാരെ? ഇപ്പൊ ചിലവർ പറയുന്നുണ്ടോ സഹനടനിൽ നിന്നാണ് നടനിലേക്ക് എത്തിയത്? ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോ തന്നെ അങ്ങനെ ചിന്തിക്കാറില്ല ആക്ച്വലി. എന്താണ്, ഐ ജസ്റ്റ് വാണ്ട് ടു ബി പാർട്ട് ഓഫ് എ ഗുഡ് മൂവി. നല്ലൊരു പടത്തിന്റെ ഭാഗമായാൽ പോരെ. വെറുതെ മറ്റേ കോമ്പറ്റീഷനും മറ്റും എനിക്കതില്ലല്ലോ, കുറച്ച് കുറവാണുള്ളതാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഹെൽത്തി വേ ടു ലുക്ക് അറ്റ് എ പ്രോജക്ട്. യു ജസ്റ്റ് നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ. നമ്മളത്ര വലുതൊന്നുമല്ല. നല്ല പടത്തിന്റെ ഭാഗമായോ മതി. അതിന്റെ അപ്പുറത്തേക്കുള്ള അത് മാത്രം pay you for acting. You act and go home. അത് മാത്രം മതി അല്ലേ? ബാക്കിയുള്ളതൊന്നും ഹെൽത്തി അല്ലടാ. ബാക്കിയുള്ളതൊക്കെ വെറുതെ നമുക്ക് ആവശ്യമില്ലാത്ത തോട്ട്സ് തലയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണതാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ സിനിമയിൽ അഭിനയിക്കുക, ഏത് മൂലക്കുന്നാലും പൊളിക്കുക. ഹാപ്പി ലൈഫ് അല്ലേ? ഓക്കേ, താങ്ക് യു. ഈ കറക്കത്തില് ടീച്ചർ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നത്തിൽ പെടുന്നുണ്ട്. അത് എന്താന്നൊക്കെ ഇനി ട്രെയിലർ കാണുമ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നത്തിൽ പെടുമ്പോ, ഈ കറക്കം പോലെ പെടുമ്പോ ശ്രീനാഥ് വാസി എന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും അതിനെ നേരിടുന്നത്? പിന്നെ എങ്ങനെ നേരിടും? എനി പ്രോബ്ലം ദാറ്റ് കംസ് ടു യു, ഐ തിങ്ക് ഇഫ് ഐ ഹാഡ് എ ഗോസ്റ്റ് ഇഷ്യൂ, ഞാൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ പ്രയത്നം വിളിച്ചിരുത്തി ചായ കൊടുക്കേണ്ടി വരും. ലൈക്ക് എന്താണ് അല്ലിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കാലോ. ലൈക്ക് ഐ ഡോണ്ട് നോ, ഐ ഹാവ് നെവർ ഗോൺ ത്രൂ ദാറ്റ്. എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി അതാ പറഞ്ഞത്, താൻ ഇങ്ങനെ ചോദിച്ചില്ല. ഇന്ന് രാത്രി അങ്ങനെ പണി കിട്ടിയാണ്ടല്ലോ. ഈശ്വര, എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ വെറുതെ എന്തെങ്കിലും പണി കിട്ടും. ഞാൻ വെറുതെ പറഞ്ഞു, എനിക്ക് അങ്ങനെ ധൈര്യം ഒന്നും അങ്ങനെ. ഓക്കെ, ശ്രീനാഥേട്ടാ, ഇപ്പം ആക്ച്വലി ഈ ഫാൻസിൽ എല്ലാവരും ഇരിക്കാൻ വേണ്ടി അറിയാണ് ശ്രീനാഥേട്ടനെ അല്ലാണ്ട് ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആള് വരത്തേയില്ല. ആൾക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ പോലുള്ളവർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് ഓർത്ത്. പക്ഷെ അല്ലേ, ഞാൻ സത്യം പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇന്ന് വന്നത് തന്നെ നിങ്ങളെല്ലാരും വരുന്നുണ്ട്, ഫാൻസ് ഇങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ശ്രീനാഥേട്ടൻ ഇന്നത്തെ ഈ ഒരു ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റിൽ എത്തിയിരിക്കുന്നത്. സോ ടു ഓഡിയൻസ് എന്തെങ്കിലും ശ്രീനാഥേട്ടനോട് ചോദിക്കാനുണ്ടോ? ഹായ് സാർ, ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിക്കാരിയാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്. എനിക്ക് ഇതിന്റെ ഒരു ടീസർ കണ്ടപ്പോൾ തൊട്ട് ചോദിക്കണം എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഒരു മൂവി, അതായത് നമ്മുടെ ഈ കറക്ക മൂവിയിൽ ശ്രീനാഥ് ബാസി ബ്രോ എത്രത്തോളം ചലഞ്ച് ചെയ്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ടുവേർഡ്സ് ക്ലൈമാക്സ് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ എന്താന്ന് പറയാനില്ല, ബട്ട് സിനിമ മനസ്സിലാവും. പക്ഷെ ലാസ്റ്റത്തെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ്, യെസ്. ബാക്കി ഇറ്റ് വാസ് ജസ്റ്റ് റണ്ണിങ് അറൗണ്ട് ഹാവിങ് ഫൺ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അവിടെ നമ്മള് വാഗമണിലായിരുന്നു അല്ലടാ, വാഗമണില്ലേ, രാത്രി കുറച്ച് ക്ലൈമാക്സ് പരിപാടികളുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ഒന്ന് പാളിയായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, കുഴപ്പിക്കുന്ന ചോദ്യം ഒന്നല്ല ചോദിച്ചതല്ലേ? ഓ, ഐ ലൈക്ക് ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ശ്രീനാഥേട്ടാ, ഇപ്പൊ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൗഹൃദം കാണിക്കുന്നുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ എത്രത്തോളം വലുതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദത്തെ എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? ഐ ലവ് ഇറ്റ്. അത് നമ്മളെ ബിൽഡ് ചെയ്യാനും നമ്മളെ
ശരിയാക്കാനും നമ്മളുടെ എന്താ പറയുക കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എല്ലാത്തിനും വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മൾ. അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു കൂട്ടത്തിലായിരിക്കണം ടു കീപ് യുവർ സെൽഫ് ഓൺ ചെക്ക് എപ്പോഴും. നല്ല കാര്യമാണ്. ഫീൽ ലൈക്ക് യെസ്. ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുമ്പോൾ എന്ത് ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്ക് നിൽക്കുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ചേട്ടൻ സ്ഥാനത്ത് നിൽക്കുന്ന ആരായിരിക്കും? ഏത് ഒരു ആക്ടറിനെ പറഞ്ഞ ആരായിരിക്കും പറയുന്നത്? മോസ്റ്റ് ഓഫ് ദം ആർ ഓൺ കോൾ. എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളും ലൈക്ക് ഓൺ കോളും വെരി നൈസ് പീപ്പിളും ആണ്. അപ്പോൾ സോ ഇഫ് ഐ ഹാഡ് ടു കോൾ എനിബഡി I'll call Sharafuddin. ഓക്കെ. ഷർഫുഖാനെയാണ് വിളിക്കുന്നത്. ഏത് രാത്രി വിളിച്ചാലും അതിന് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഉണ്ടാവും അല്ലേ? ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു അവിടെ നിന്ന് കടവന്തരയില് വീടിനടുത്ത് എനിക്ക് ഭക്ഷണം കഴിക്കണം. എന്താണ് പലഹാരം പത്തിരി ഡക്ക് പെരട്ട്. ഓക്കെ, താങ്ക് യു. നിസ്സാര കാര്യത്തിനൊക്കെ ആയിരിക്കും വിളിച്ചു ചോദിക്കുന്നത് അല്ലേ? I mean they're all on call and they're all very nice. അപ്പൊ but yeah, we have a good close knit community. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും they take care of each other. ഇപ്പം ഷർഫുഖാൻ ഇന്റർവ്യൂ എടുത്താലും അതിലും പറയുന്ന ഒരു പേരാണ് ചേട്ടന്റെ, ബാസി. ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷർഫുഖ് അതെ പുതിയ മൂവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ അതെ അടുത്ത മൂവീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും ചോദിച്ചിരുന്നോ എനിക്ക് എന്താ ചാൻസ് അങ്ങനെ വല്ലതും അങ്ങനെ ചോദിക്കാറുണ്ടോ പൊതുവെ? Asked anybody for like chances except for probably ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണം. I haven't done for that roles yet. അത് ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം അങ്ങനെ. That's a respect you give your friends. അതൊരു സിനിമയാണ്, അതിന്റെ കഥാപാത്രമാണ്, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം. For you it will come to you. ഇപ്പം ഈ നമുക്ക് ഈ ഫിലിമിന്നല്ല അതൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ കാണാറുണ്ട്. ഇപ്പം ചേട്ടൻ എല്ലാവരായിട്ടും ക്ലോസ് ആണെങ്കിലും അങ്ങനത്തെ ഒരു പബ്ലിക് ഒരു ഇവന്റിൽ അല്ലെങ്കിൽ പബ്ലിക് ഫംഗ്ഷനിലൊന്നും ചേട്ടനെ കാണുന്നില്ല. പബ്ലിക്കായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. അത് പ്രൈവറ്റ്. ഓക്കെ, പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കാനാണ് വെച്ചിരിക്കുന്നത് അല്ലേ? രാവിലെ ക്യാമറയുടെ മുമ്പില് കുറച്ചെങ്കിലും പ്രൈവസി. ഓക്കെ. അപ്പൊ ഷർഫുഖ് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചേട്ടനെ കാണാൻ ആഗ്രഹിച്ച ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു കോ ആക്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ദ ഷോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗഹൃദങ്ങളെ പറ്റിയായിരുന്നു. അപ്പോഴാണ് എനിക്ക് നൈസായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പോഴാണ് ഞാൻ സാറിനെ വിളിച്ച് വിടിയിരുത്തി. ഓക്കെ, അപ്പൊ നമ്മളൊരു ഗ്രേറ്റ് ആൻഡ് മീറ്റ് ഇവന്റിലാണ് വിത്ത് ശ്രീനാഥ് ബാസി. ഫാൻസാരും കുറെ പേരുണ്ട് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എന്തൊക്കെയുണ്ട്? ഞാൻ ശ്രീനാഥ് ബാസിയുടെ സിനിമ അതിനേക്കാൾ ഉപരി ബാസിയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഓടി പോകുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ബാസിയെ വളരെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും വികാരം. അതെ. എന്താണ് ബാസിന് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? വളരെ കൃത്യമാണ്, ജെന്യുവനാണ്. I love you. എനിക്ക് ഹോം എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. അതല്ലാതെ ബാസിയുടെ സിനിമ ഡാദടിയായും അതിനു മുമ്പും അതിനുശേഷമൊക്കെ ഉള്ള ധാരാളം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് ബാസിയോട് ശരിക്കും നമുക്ക് ഭാസി ഒരു പാഠമാണ്. ഭാസി ഇത് ചോദിച്ചു മേടിച്ചാണോ അല്ലെങ്കിൽ ഭാസിയെ വിളിച്ചാണ് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിന് ഭാസിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഭാസിയെ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഓരോരോ സിനിമകളും ഇത് ഫ്ലാറ്ററിംഗ് ആയിട്ട് തോന്നരുത്. നിങ്ങളെല്ലാവരും ഭാസിയുടെ സിനിമകൾ കാണുന്നവരാണ്. ഓരോ ക്യാരക്ടേഴ്സും ഭാസി ചെയ്ത ക്യാരക്ടേഴ്സ്, ഇപ്പം കപ്പേള എന്ന സിനിമയിലെ ഭാസിയുടെ ക്യാരക്ടർ, ദാദടിയയിലെ ക്യാരക്ടർ, ഭീഷ്മ പർവ്വത്തിലെ ഭീഷ്മയിലെ ഭാസിയുടെ പെർഫോമർ എത്രമാത്രം കൃത്യമാണ്, അളവ് എത്രമാത്രം കൃത്യമായ അളവാണ്. പെർഫോമൻസിന് അറിയാം. നമ്മള് ഒരു തിരക്കഥാകൃത്തും ഒരു സംവിധായകനും എത്രയോ നാൾ മുമ്പ് എഴുതി വച്ച ഒന്നിലേക്ക് എത്രയോ നാളുകൾക്ക് ശേഷം ക്യാമറ ഓൺ ആവുന്നതിന് തൊട്ട് മുമ്പ് മാത്രം വന്ന് നിൽക്കുന്നവരാണ് നമ്മള് പെർഫോമൻസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അത്രയും നാളത്തെ ആ ടോട്ടൽ ക്രൂവിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്ന സംഭവമാണ് ഒരു പെർഫോമർ ചെയ്യേണ്ടത്. പെർഫോമർ എന്ന് പറയുന്ന ടെക്നീഷ്യൻ ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് ശ്രീനാഥ് ബാസി എന്ന പെർഫോമർ എത്ര ഭംഗിയായിട്ടാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളെ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്
യെസ്. Thank you. So sweet. ഇത് ഫ്ലാറ്ററിംഗ് അല്ല, ഇത് പറയാനാണ് ഞാൻ ഓടി വന്നത്. അതെ. സാർ ഇപ്പം ഇത്രയും ബാസിനെ പറ്റി പറഞ്ഞോണ്ട് ചോദിക്കുകയാണ്, ബാസിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 3 ക്വാളിറ്റീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും സാർ പറയുന്നത്? ഞാൻ 3 ജെനുവിനിറ്റി എന്ന് തന്നെ പറയും. 3 ജെനുവിനിറ്റിയാണ്. Okay. പിന്നെ ടു ദ കോർ സിൻസിയർ ആണ്. സിൻസിയർ ടു ദ കോർ. ഞങ്ങൾ കുറേ സമയം ചെലവഴിച്ചു ഭാസിയുടെ ലിറ്ററേച്ചറിലുള്ള, ഭാസിയുടെ ലിറ്ററേച്ചർ മീൻസ് നമ്മുടെ മറ്റേ മണിപ്രവാള മലയാളമോ അല്ലെങ്കിൽ ഭയങ്കര ഷേക്സ്പിയറിൻ ഇംഗ്ലീഷോ അല്ല, ഭാസിയുടെ ഒരു മലയാളമുണ്ട്, ഭാസിയുടെ ഒരു ഭാഷയുണ്ട്, ഭാസിയുടെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അതിന് ഫോക്ലോറുകളും നമ്മളുടെ വേരുകളും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പം ഞാനും നാടൻ പാട്ടുകളുടെയും മലയാള കവിതകളുടെയൊക്കെ പിന്നാലെ ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, എല്ലാവരെയും പോലെ. അപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷൻസ് എല്ലാം എപ്പോഴും പോകാറ് അങ്ങോട്ടാണ്. അപ്പോൾ നാടൻ പാട്ടുകളുടെ എത്രയോ പാട്ടുകളുടെ ഒരു ശേഖരം തന്നെ ഞാൻ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഫോക്ലോർ എക്സ്പെർട്ടൈസ്, ഫോക്ലോറുകൾ പാടുന്ന CJ കുട്ടപ്പേട്ടനെ പോലുള്ള ആൾക്കാരുടെ പാട്ടുകൾ ഞാൻ ശേഖരിച്ചിരിക്കാറുണ്ട്. അതിനെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ്. പിന്നെ ഞാൻ കഥകളി എന്നൊരു ആർട്ട് ഫോം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിച്ചു തീരില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഭാസിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എനിക്ക് കിട്ടാറുള്ള ഒരു എന്താ പറയണ്ടേ, എത്രയോ സമയം ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഭാസിയുടെ രാത്രി 2 മണിക്കുള്ള ഞങ്ങളുടെ ഹോം സിനിമ കഴിഞ്ഞുള്ള തിരിച്ചുള്ള ട്രാവലും, പലപ്പോഴും പ്രൊഡക്ഷന്റെ വണ്ടി ഉണ്ടെങ്കിലും ഭാസിയാണ് എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാറ്. അപ്പോ ഞാൻ അന്ന് വണ്ടി മേടിച്ചിട്ടായിരുന്നു ഭാസിയുടെ ബെൻസ് വാങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ അവാർഡും അതാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് സിനിമ ആ 2 മണിക്കൂറേ ഉള്ളൂ, മറിച്ച് അതിനപ്പുറത്തേക്കും അതിനിപ്പുറത്തേക്കുമുള്ള നമ്മളുടെ ജീവിതമുണ്ട്, ഞങ്ങളുടെ കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് നമുക്ക് 100 അഭിപ്രായങ്ങളുണ്ടാവും, പക്ഷെ അവരെപ്പോഴും അറിയപ്പെടുക, ഒരു ബാങ്ക് മാനേജറെ 2 കോടി രൂപയുടെ ലോൺ എഴുതി തള്ളിയതിനെ കുറിച്ച് അറിയുന്ന പോലെയല്ല ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സ്ട്രോക്ക്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ കണ്ണടയും ഒരു വരയും വെച്ചിട്ട് നമുക്ക് മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ലോകത്തിന് മുഴുവൻ അറിയിച്ച ഒരു കലാകാരനാണ്. അത് മഹാത്മാഗാന്ധി വരച്ചതല്ല. അപ്പോ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സ്ട്രോക്ക്, ഒരു വര, ആ വര ആണ് എന്നും അതിനെ ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കലാകാരന്റെ ജീവിതം ധന്യമാവുന്നത്. ആ നിലയ്ക്ക് ഇതുവരെയുള്ള ഭാസിയുടെ കോൺട്രിബ്യൂഷൻസിൽ ഞാൻ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം ഹാപ്പി ആണ്, വളരെ എക്സൈറ്റഡ് ആണ്. നമ്മള് പലപ്പോഴും പകർത്താൻ എന്നെ പോലുള്ളവർ, ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്, പകർത്താൻ എന്നെ പോലുള്ളവർ പുതിയ തലമുറയിലെ ആർട്ടിസ്റ്റുകളിൽ നമ്മൾ പകർത്താൻ ആഗ്രഹിക്കുന്നവർ എന്നൊരു ചിലരുണ്ടല്ലോ. അതിലെനിക്ക് തോന്നുന്നു ഭാസി ഒരു 5 പേരുടെ പേരെടുത്താൽ അത് 2ാമതോ 3ാമതോ ഉള്ള ആളാണ്. ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം സാർ. ഇത്രയും എന്താ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇടാതെ പറയണത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാസി ഞാൻ കുറച്ച് പറയണത്, നേരത്തെ പറഞ്ഞ നാടൻപാട്ടിന്റെ കാര്യമില്ലേ, നമ്മള് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരിക്കും ഇതുപോലത്തെ വർത്താനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഹീൽ ടെൽ മീ അബൌട്ട് പഴയ നാടൻപാട്ടും ദ ഫോക്ലോർ ദാറ്റ് വി ഹവ് യൂസ്ഡ് ടു ആൻഡ് കഥകളി ദാറ്റ് ഹീസ് ലേൺഡ് ആൻഡ് ഓൾ ദാറ്റ്. ഭയങ്കര മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് സോളസ് പോലെയാണ് ഇങ്ങനത്തെ മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ വന്ന്. സോ ഐ വാസ് ലൈക്ക്, വേണ്ട നിങ്ങൾ പോകണ്ട, പ്രൊഡക്ഷൻ വണ്ടി പോകണ്ട, ഞാൻ ആക്കിക്കോളാം വീട്ടിൽ. വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലോസ്, വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. ആൻഡ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ലൈക്ക് ഏത് സ്പെക്ട്രത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, എന്താ പറയുക, എത്രത്തോളം നിങ്ങൾ ഇന്റഗ്രിറ്റി കൊടുക്കേണ്ടത്, ഏത് ലെവലിലാണ് നിങ്ങൾ ആ പടത്തിൻ്റെ വർക്ക് ചെയ്യുന്നത്, അതൊന്നും ആക്ച്വലി ഡസൻറ്റ് റിയലി മാറ്റർ. ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്യണ സമയത്ത് നമ്മൾ വെറും മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് ഈ സ്മോൾ ലിറ്റിൽ തിങ്സ് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്ന ചെറിയ ചെറിയ ജസ്റ്റർ, അല്ലെങ്കിൽ ചെറിയ വർത്താനോ, അല്ലെങ്കിൽ എടാ നീ ഓക്കെ ആണോ, എന്താണ് പാട്ടിൻ്റെ സിമ്പിൾ തിങ്സ്, ഹി വിൽ ഡു ദാറ്റ്. അപ്പൊ യു ആർ ഫണി ആൻഡ് യു ആർ ട്രൈങ് ടു ഡു എ മൂവി, മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഓളത്തിലേക്ക് യു ഡോണ്ട് നോ വാട്ട് യു ഗോയിങ് ത്രൂ. അപ്പം ഞാനൊക്കെ ഒരു കാര്യം ഒരാളോട് സംസാരിച്ചു, അത് വേറെ നല്ല രീതിയിൽ പറയാറുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ he would come and tell me things like very silly things like നീ കഴിച്ചോ, പാട്ടെന്തായി, or like, you know, it's very genuine coming from him because I know he knows I make songs in the caravan. ഞാൻ അവിടെ തന്നെ ഇരിക്കും, ഉണ്ടാക്കുക, അവിടെ തന്നെ ആയിരിക്കും പരിപാടി, പിള്ളേർ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. അപ്പോൾ
വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ പറയുന്ന പോലെ ജനുവനായിട്ട് നമ്മുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുകയും ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്നത്. ബിക്കോസ് ഐ നോ ഹൂ ഹി വർക്ക്സ് വിത്ത് ആൻഡ് യുനോ ഹിസ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് ദയർ ഫോർ മീ. ഐ ലവ് യു മാൻ. ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ശ്രീനാഥ് ഭാസിയെ പോലുള്ളവരെ കുറിച്ച് എനിക്ക് പറയാനൊരു അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ അങ്ങോട്ടും താങ്ക്സ് പറയുന്നു. എപ്പോഴും ഈ വൈറ്റ് കോളർ, ഞാനിത് പറയുന്നത് കോൺട്രവേഴ്സി ആയിട്ട് തോന്നുന്നെങ്കിൽ അത് വിധിയാണ്. വളരെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ ഡീസെന്റ് ആയിട്ട് നടക്കുന്നവരെക്കാൾ നമ്മൾ വിശ്വസിക്കേണ്ടത് കുറച്ച് ലേറ്റ് ആയിട്ടും കുറച്ച് ഒറിജിനൽ ആയിട്ടും ഒരു 2-3 ദിവസമായിട്ട് ഷേവ് ചെയ്യാതെയും ചിലപ്പോ കുളിക്കാൻ വൈകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കിഷ്ടം. ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്. അവരാണ് അല്ല ഭാസി കുളിച്ചോളൂ. അങ്ങനെ പറയരുത്. ഞാൻ പറയാം, സീരിയസ്ലി നമ്മളെപ്പോഴും വളരെ കൃത്യതയുടെയും വരച്ച വരയുടെയും വളരെ കൃത്യമായി സമയം കീപ്പ് ചെയ്യുന്നവരുടെയൊക്കെ അതൊക്കെയാണ് ഏറ്റവും മാനേജീരിയൽ മാനേജ്മെന്റ് കോർപ്പറേറ്റുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറിച്ച് അവിടെ ഒറിജിനൽ ആയിട്ടുള്ള മനുഷ്യരെ കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഞാൻ കോർപ്പറേറ്റ് എൻ്റെ ഒരു മീറ്റിങ്ങിലല്ല ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. കോർപ്പറേറ്റ് മീറ്റിങ്ങിൽ നമ്മൾ വേറെ ഒന്നാണ് പറയുക. വളരെ കൃത്യമായ ഷെയ്ക്ക് ഹാൻഡുകൾക്ക് വരെ അതിന്റെ അളവിനും അതിന്റെ ബലത്തിനും എത്ര വിരൽ എന്നതൊക്കെ കണക്ക് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അങ്ങനെയുള്ള യാതൊരു ബാധ്യതകളും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഇൻഹിബിഷൻസും ഇല്ലാതെ വളരെ ഓർഗാനിക് ആയിട്ട് ഒരു ചെടി വളരുന്ന പോലെ ഒരു പൂ വിടരുന്നത് പോലെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഒരു കലാകാരൻ ശരിക്കും ജനിക്കുന്നതും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തേക്ക് ആണ് ഭാസിയുടെ ഒപ്പം ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭാസിയെ പോലുള്ള ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ ഈ അനുജന്മാരിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വലിയ വലിയ വിജയങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കറക്കം എന്ന സിനിമ ഞാൻ സുഭാഷിനെ ഇപ്പൊ കണ്ടു, ഡയറക്ടറെ ഞാനിപ്പോ കണ്ടു, താഴത്തേക്ക് അദ്ദേഹം മുമ്പ് കണ്ടു. അപ്പോ ഈ കറക്കം ഈ ലോകം ചുറ്റി കറങ്ങട്ടെ, വലിയ വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ. ഭാസിയുടെ കരിയറിൽ ഉയർച്ച താഴ്ചകളൊക്കെ ലോകം മുഴുവൻ അറിയാം. കാരണം എപ്പോഴും ഒളിഞ്ഞു നോക്കുന്നവരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേരെ നിന്നൊരു കാര്യം പറയുന്നതിനേക്കാൾ ഒളിച്ചു നിന്ന് നമ്മളെക്കുറിച്ച് പറയാനും ഒന്ന് മാറി നിന്ന് നമ്മളെക്കുറിച്ച് വേറൊരു രീതിയിൽ സംസാരിക്കാനൊക്കെ ഉള്ള ആൾക്കാരുടെ തിടുക്കം നമ്മൾ കാണുന്നുണ്ട്. ആ തിടുക്കം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അവിടെ ഏറ്റവും ജെനുവിനായിട്ട് ലോകത്തെ കാണുന്ന, പറയാനുള്ളത് വളരെ ജെനുവിനായിട്ടും ഓപ്പണായിട്ടും പറയുന്നവരുടെ ഒരു നിരയെടുത്താൽ ആ നിരയിൽ ഭാസി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് കുറെ കൂടി ലോകം തുറക്കട്ടെ. കുറെ കൂടി സത്യസന്ധമായി ലോകത്തെ കാണാൻ, തുറന്നു പറയാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിന് ഭാസിയെ പോലുള്ള മാതൃകകൾ ഇനി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. തിരുത്തലുകൾ ഉണ്ടാവേണ്ടി വരുന്നത് എപ്പോഴും കമ്പാരിസൺ വരുമ്പോഴാണ്. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് അതിനേക്കാൾ എന്നൊരു. അപ്പോൾ അവിടെ ഞാൻ ജെനുവിനായി നിൽക്കുമ്പോൾ എന്നെ പകർത്തുന്ന, അങ്ങനെ ഭാസിയും മറ്റുള്ളവർ ഭാസിയെ പകർത്തുന്ന രീതിയിൽ ഉള്ള ശീലങ്ങളിലേക്ക് ഈ കൃത്രിമങ്ങളുടെ ലോകത്തിൽ അങ്ങനെ ചില നിർബന്ധങ്ങളുണ്ട് ഭാസി. അപ്പോൾ ആ കൃത്രിമങ്ങളുടെ ലോകത്തുകൂടി ഭാസിയെ ഒന്ന് എന്താ പറയുക, ആ വാക്ക് വളരെ ഞാൻ ഇത്രയും നേരം സംസാരിച്ച് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ചില കെട്ടുപാടുകളും ചില നൂലാമാലകളും ചില ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ജെനുവിനായി തുടരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു റിക്വസ്റ്റും കൂടെ ഞാൻ തരികയാണ്. ബാസിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. കാരണം ഹോമിന്റെ സെറ്റില് നിങ്ങൾ കാറിൽ ഒരുമിച്ചാണല്ലോ പോയേക്കണത്. അപ്പൊ ബാസി എന്തായാലും നാടൻ പാട്ടുകളൊക്കെ പാടി തന്നിട്ടുണ്ടാവും. പ്രശ്നമല്ല. അപ്പൊ ബാസി ഫാൻസിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട്. ഓക്കെ. ജലദോഷമൊക്കെ ആയിട്ട് ബിക്കോസ് യു വാസ് ടോക്കിംഗ് അബൌട്ട് നാടൻ പാട്ട്. ഇത് ഓണത്തിന് അവർ ശരിക്കും ഇതിൽ കുറച്ചും കൂടെ സ്പീഡിലാണ് ഇവർ പാടിയിരുന്നത്. പക്ഷെ നമ്മളതിനെ ചെറുതാക്കിയിട്ടാണ്. ഇങ്ങാട്ട് നോക്ക് പിച്ചി പൂത്തത്, പിച്ചി നുള്ളാൻ പോരുമോ നീ എൻ്റെ പൈങ്കിളി, വാമണവാട്ടി ചിങ്ങമാസമായി നല്ല തുമ്പ നുള്ളണം, തുമ്പമാല കെട്ടിത്തപ്പന വരവേൽക്കണം, വാമണവാട്ടി. Oh, thank you, Basti. Thank you so much. Thank you. That's nice. Yes. Okay. അപ്പൊ താങ്ക് യു സാർ. കാരണം സാർ ഒരുപാട് തിരക്കിൽ നിന്ന് ഞങ്ങളുടെ ഒരു കോളിൽ ബാസിനെ കാണാൻ ഇത്രയധികം സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓൺ ദ ബിഹാഫ് ഓഫ് കർക്കം ആൻഡ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനൊരു സീക്രട്ട് ആയിട്ടല്ലോ, ബാച്ചിലർ പാർട്ടി 2 DQ ഉണ്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ട് കേട്ടു. സത്യമാണോ? ആണെന്ന് തോന്നുന്നു. ഇത് സില്ലി ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പൊ കട്ട് ചെയ്ത് ഇറക്കാനുള്ളത്.
ഇത് സില്ലി ക്വസ്റ്റ്യനോ? It is a silly question. I think that answers your question. ആ അപ്പൊ ഉണ്ട്. ഇല്ല ഇനി കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഓഡിയൻസിന്റെ അടുത്തേക്ക് ഫാൻസിന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ ഇനി അടുത്ത ചോദ്യം. ആരും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാരും എണീറ്റ് തന്നെ റെഡിയാണ് ക്വസ്റ്റ്യൻ. Yeah, I know you. Yeah, Parna. Abhishek from Palakkad. Parna, Abhishek. ഓക്കെ Huge fan. ഓക്കെ എനിക്ക് What ചോദിക്കാൻ me search It's crazy. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത് ഈ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പടത്തിൽ ഈ ടീസർ കാണുമ്പോൾ നമുക്ക് ഇതിൽ പല എലമെന്റ്സ് നമ്മൾ നോട്ടീസ് ചെയ്യും. അതായത് കളറിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എഡിറ്റിങ്ങും കൊറിയോഗ്രാഫി എല്ലാം. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ചേട്ടൻ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ മാർക്ക് കൊടുക്കുക? To the horror side of it, bro. Horrorum sound mixing side തന്നെയാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കണ്ടതിൽ വെച്ചിട്ടേ ഐ ഫീൽ ലൈക്ക് സാമിന്റെ മ്യൂസിക്കും ആ സ്ട്രക്ചറിങ് അടിപൊളിയാണ്. ഡാൻസ് കളിക്കുന്ന പേരങ്ങളാണല്ലോ, അപ്പോൾ that way it's gonna be very interesting. That's what I thought. But the first thing would be humor and horror. Like, yeah, it is a funny film. So yeah, ഓക്കെ humor ആണ് എനിക്ക് തോന്നുന്നത്. ഹൊററിലും കുറച്ചും കൂടെ. ഓക്കെ I answered your question. താങ്ക് യു. ലവ് യു ബ്രോ. Love you too, bro. ഓക്കെ അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട്. കറക്കത്തിന്റെ പ്രമോഷനെ പറ്റി ഒരു ഒറ്റ വാക്കി പറഞ്ഞ എന്ത് പറയും? ഒറ്റ വാക്കി പറഞ്ഞ എന്ത് പറയും? ഇന്നത്തെ പ്രൊമോഷനോ? This one. ഇന്നത്തെ അല്ല, മൊത്തത്തിൽ പറഞ്ഞു. Well, I just started today. ആണല്ലേ? Yeah. ഇന്നത്തെ ആയിരിക്കും. ഓക്കെ Start ആയതുകൊണ്ട് I mean it's very good. I'm very happy and Okay. I'm very happy that I got to do this. Thank you all for coming and making me feel good. So താങ്ക് യു സോ മച്ച്. thank you. Serious, I mean it. അതല്ല, ശ്രീനാഥേട്ടനെ പറ്റി ഒരു ഒറ്റ വാക്കി ഞാൻ describe ചെയ്യാം. തോന്നിയ കറക്റ്റായിരിക്കും. ഒറ്റ വാക്കി പറ. സമാധാനം. സമാധാനം. ബുദ്ധ പ്രതിമകളൊക്കെ ഭയങ്കര ഇഷ്ടാണോ? ഇപ്പൊ തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞതെല്ലാം ഇപ്പൊ തന്നെ തിരുത്തു. ഓക്കെ, ഫെമിനയോട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ശ്രീനാഥേട്ടനാണല്ലോ കറക്കത്തിലെ co-star. ഒരു നായകൻ എന്ന നിലയിൽ ശ്രീനാഥേട്ടനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? സോ കറക്കം ഞാൻ ബാസിയിലൂടെ ചെയ്യുന്ന സെക്കൻഡ് മൂവിയാണ്. ഓക്കെ അനദർ മൂവി ദാറ്റ് ഐ ഡിഡ് വിത്ത് ബാസി. സോ എനിക്ക് കറക്കത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബാസി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. സോ ഐ വുഡ് പേഴ്സണലി സേ ദാറ്റ് ഹീസ് ലൈക്ക് വെരി ജെന്വൻ പേഴ്സൺ. ലൈക്ക് ഉള്ളിൽ എന്താണോ അത് ഭയങ്കരമായിട്ട് മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് ഹിസ് വെരി ഒരു പാവാണ്, വളരെ ജെന്വൻ ആയ സിൻസിയർ ആയ ഒരു വ്യക്തിയാണ്. ഓക്കെ ഹിസ് കംഫർട്ടബിൾ ടു ടോക്ക് വിത്ത് ആൻഡ് ഐ ലവ് വർക്കിംഗ് വിത്ത് ഹിം. ലൈക്ക് ഇതിപ്പോ എന്റെ രണ്ടാമത്തെ പടമാണ്. ഇഫ് another opportunity comes in, I don't mind. Oh, thank you, Femina. God bless you. Oh. So he's a great person. ഓക്കെ ശ്രീനാഥേട്ട, ഇപ്പൊ വന്നേക്കുന്ന ഫാൻസ് എല്ലാം യൂത്ത് പിള്ളേരാണ് അല്ലെ? യൂത്തിന്റെ ഒരു എന്താ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന രീതിയിൽ ശ്രീനാഥേട്ടന്റെ പേരും ഉണ്ട്. I'm very old now, babe, practically. നല്ല യൂത്ത് ഒരു ഇതിലുണ്ട്. ഇപ്പത്തെ യൂത്ത് എല്ലാം നമ്മുടെ കേരളം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സെർച്ചിങ് ഫോർ ജോബ്സ്, എല്ലാവരും അബ്രോഡ് സെറ്റിൽ ആവുന്നു. അങ്ങനത്തെ ഈ ഒരു അല്ല, അത് ഈ പോണവരേ ഉള്ളൂ. അവിടെ എത്തിക്കഴിയുമ്പോ നല്ല രസമാണ്. എനിക്കറിയാം. കാരണം എന്റെ ഭാഗ്യത്തിന് ഞാൻ പരിപാടിക്കാ പോയത്. തിരിച്ചിങ്ങോട്ട് വരണമായിരുന്നു. കയ്യില് പൈസ ഉണ്ടായിരുന്നു. അവിടെ നമ്മള് അല്ലാണ്ട് പഠിക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോ നമ്മുടെ പണി പോലുള്ള വെരി സാഡ്. പിന്നെ കഷ്ടപ്പാടാണ്. പിന്നെ നമ്മൾ അതിനകത്ത് അങ്ങനെ സെറ്റ് ആവും, എന്തായാലും ആവട്ടെ എന്നുള്ള മൂഡില്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ പൈസ ചെലവാക്കി അവിടെ പോയി കണ്ടുപിടിക്കുന്നതിൽ നല്ല you can think of doing something here, and that's what I feel like. Because your country needs you and it's good. I mean, those who want to go, they should go. പോവാൻ താല്പര്യമുള്ളവർ പോകണം, പുറത്ത് ജോലി എടുക്കണം, പല പല ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇത് ചെയ്യണം. അത് ഇവിടെ കുറവായത് കൊണ്ടാണെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. നമുക്കിവിടെ പോവർട്ടി ഇൻഡെക്സ് കൂടുതലാണെങ്കിലും we live very happily. ഭയങ്കര സന്തോഷം നമുക്കിവിടെ, സമാധാനമാണ്. that's gonna be hard to find പുറത്ത്. ഞാനത് എബ്രോഡ് ഒരുപാട് ഷോസ് ഒക്കെ ചെയ്യുമ്പോ മലയാളീസിനൊക്കെ ഞാനൊരു ഷോയ്ക്ക് വന്നിട്ട് സാറ്റർഡേ സൺഡേ ഷോ പിള്ളേരോട് സംസാരിക്കുമ്പോ അവന്മാരോട് പറഞ്ഞു, വാസി ബ്രോ സൺഡേ വെക്കല്ലേടാ, ഡബിൾ ഷിഫ്റ്റ് ആണ്. മനസ്സിലായോ? സാഡ്. ഡബിൾ ഷിഫ്റ്റും ഇതൊക്കെ ഞാൻ ആയിട്ട് കട്ട് പ്രൈസ് ടൈപ്പ് ലൈക്ക് 15 pounds or അങ്ങനെയൊക്കെ ആക്കുമായിരുന്നു ടിക്കറ്റ്സിന്റെ. ജസ്റ്റ് ടു സീ കിഡ്സ് കം, ദേ ആർ ഓൾ സ്റ്റഡിങ്. പക്ഷെ ഈ പറഞ്ഞ they have to work really hard, like to get by.
ഈസി പറയുമ്പോഴും കേൾക്കാൻ അടിപൊളിയാണ്. പക്ഷെ ചെല്ലണവരല്ലോ, ചെന്ന് കഴിയാൻ നേരത്തെ ചെറിയ ശിവനേ എന്നുള്ള മൂടാ. എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വന്നാ മതി എന്നൊരു നോ, ഐ മീൻ ഇറ്റ്സ് ഐ ഹോപ്പ് നമുക്ക് പണിയെടുത്ത് ഉഗ്രനാവാം. നമ്മുടെ ഹാർഡ് കോർ. അപ്പൊ നമ്മൾ നമ്മുടെ ഫുൾ പരിപാടി ചെയ്യാം. ഓക്കെ അത് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ്, അതാണ് ചെയ്യേണ്ടത് ശരിക്കും. ഓക്കെ ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് യു തിങ്ക് ഇസ് വാട്ട് ഐ ആം സേയിങ്. ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഓക്കെ അത് വേറെ രീതിയിലാണ്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ RJ BJ അങ്ങനെ ഒരുപാട് ടാഗ് ലൈൻസിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാഥ് ഏട്ടൻ. അപ്പൊ നമുക്കൊരു ആൾക്കാരെ പറ്റി ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു ഫേസ്, ഒരു പീപ്പിളിനെ പറ്റിയുള്ള ഒരു ഫേസ് എന്താണ് ആ ഒരു ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയത്? When I was working, റേഡിയോയിലും അതിലൊക്കെ എടാ ഈ സിനിമയിൽ വരാൻ നേരത്തെ എസ്പെഷ്യലി വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ്, അല്ലെങ്കിൽ കുറച്ച് സക്സസ് ഒക്കെ ആദ്യം കിട്ടാറ് നമുക്ക് മനസ്സിലാവില്ല എന്തായിരുന്നു. നമുക്കിത് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. കാരണം യു ആർ നോട്ട് യൂസ് ടു ദാറ്റ് കൈൻഡ് ഓഫ് that kind of appreciation, and you got people telling you all good things, and it's a very bad place. എന്നാലും അതെങ്ങനെ ഗേജ് ചെയ്യണം, അതിന്റെ കറക്റ്റ് ഡിസിഷൻസ് എങ്ങനെ എടുക്കും എന്നൊക്കെ നമ്മൾ മിസ്സായി പോകും ബിഗിനിങ്. ദാറ്റ് ഇസ് ദി ഓൺലി തിങ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് റേഡിയോയിലും ടി വിയിലൊക്കെ പഠിക്കുകയും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് പഠിച്ചതൊക്കെ ചിലപ്പോൾ സിനിമയിൽ വന്ന് സിനിമയുടെ സക്സസ്സിൽ നമുക്ക് അതൊന്നും യൂസ്ഫുൾ ആയി വരില്ല. നമ്മൾ അന്ന് പഠിച്ച സ്കിൽസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കണം ആദ്യത്തെ 2-3 കൊല്ലം. സോ അതിനെ റൈഡ് ചെയ്യുക, അതിനെ ഫോളോ ചെയ്തു. കാരണം നമ്മൾ വിചാരിക്കും പെട്ടെന്നൊരു സക്സസ് കിട്ടുമ്പോൾ ഓക്കെ ഇനി മുട്ടൻ ഡിസിഷൻ എടുക്കാം, മറ്റേ പടം ഇറങ്ങി അത് ഭയങ്കര ഹിറ്റ്, ഈ പടം ഇറങ്ങി അത് ഭയങ്കര ഹിറ്റ്. നോ, ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. യുവർ ലൈഫ് ഡിക്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു നമ്മൾ ചെയ്യുന്ന പോലെ. നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് ഡിസിഷൻ എടുത്തത്, ഈ അടുത്ത പടം എന്താ അവൻ ചെയ്യാൻ പോണത്, ഇതിനെങ്ങനെയാവും പ്രിപ്പയർ ചെയ്യാൻ പോണത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എന്ത് പടത്തിലാണ് വർക്ക് ചെയ്യാൻ പോണത്, ആരാ ഷൂട്ട് ചെയ്യാൻ പോണത്, ഹൂസ് മേക്കിംഗ് ദ മൂവി, എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ പറയുന്ന മനുഷ്യരെയൊക്കെ മനസ്സിലാക്കി അതിന് ശേഷം മാത്രം നമുക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ സംഭവിക്കണ കൊല്ലങ്ങൾക്ക് ശേഷം. സിനിമയിൽ വർക്ക് ചെയ്ത് യു സ്ലോലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ അത് കുറച്ച് കൊല്ലങ്ങൾ എടുക്കും. പെട്ടെന്ന് സക്സസ് ഇസ് എ ഫണി തിങ് ലൈക്ക് ദാറ്റ്. നമ്മളൊരു ഇല്യൂഷനിൽ കൊണ്ടുവന്നിരുത്തും നമ്മൾ പെട്ടെന്ന്. ഓക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ. That's why I said earlier, as an actor, I don't mind falling. Don't mind. ആ വീഴ്ചകളും ആ ബാഡ് ഡിസിഷൻസ് എല്ലാം നല്ലായിരുന്നു. കാരണം മെയ്ഡ് മീ ഹു ഐ ആം റൈറ്റ് നൗ. I can make those decisions. I can say no to disco and do bachelor party. അതൊരു ഡിസിഷനാണ്. ഓക്കെ. ഈ സക്സസിൽ എത്തി നിൽക്കുമ്പം ചേട്ടന്റെ സിനിമയുടെ ഉള്ള ആറ്റിറ്റ്യൂഡ് മാറിയോ, അതോ പ്രഷർ ആണോ തരുന്നത്, എന്താണ്? പ്രഷർ നാച്ചുറൽ. നല്ലതല്ലടാ പ്രഷർ. ഇന്നിപ്പോ എണീക്കുമ്പോ തന്നെ അയ്യോ പരിപാടിക്ക് പോണല്ലോ ദൈവമേ വയ്യായിരുന്നു എനിക്ക്. പ്രഷർ നല്ലതാണ്. തീർത്ത് കഫ് സിറപ്പ്. അത്രയും വയ്യാണ്ട് കടന്നിട്ട് വന്നു അല്ലേ ബാസിയേട്ടൻ? താങ്ക് യു ഫോർ കമ്മിങ്. ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ്. ഫിലിമിൽ ഹാർഡ് വർക്ക് മാത്രം മതിയോ ഈ നിലനിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകാൻ? ഹാർഡ് വർക്ക് ചെയ്തവർ പല ഇൻഡസ്ട്രിയിലും പല രീതിയിലായിരിക്കും ഹാർഡ് വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഫിലിമിൽ ഹാർഡ് വർക്ക് മാത്രം മതിയോ? ഒരിടത്തും ഹാർഡ് വർക്ക് മാത്രം പോരാ. യു ഗോtta be smart, you gotta be available. എപ്പോഴും സോഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ആൾക്കാരോട് സംസാരിക്കാനും ആൾക്കാരെ ഡീൽ ചെയ്യാനും അറിയണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹാർഡ് വർക്ക്, നോട്ട് ജസ്റ്റ്. പിന്നെ ഇപ്പൊ സിനിമയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ എടുക്കണ പണിയൊക്കെ, ക്യാമറയുടെ മുമ്പിൽ എടുക്കണ പണിയൊക്കെ ഭയങ്കര വൃത്തിക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഹാർഡ് കോർ ആയിട്ട് പിടിക്കുക. If your hard work goes in there, then it makes sense. അല്ലാത്തൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തയും വെറുതെ ലോസ്റ്റ് ആണ്. നമുക്ക് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു സോഷ്യൽ ആയിരിക്കണം, ആൾക്കാരോട് സംസാരിക്കണം, ബേസിക്സ് ആണുങ്ങൾ. അതൊക്കെ പഠിച്ചോ നല്ലോണം? ലൈക്ക് ചില സ്ഥലങ്ങളിലിടാം നമ്മള് നമ്മുടെ നല്ല സൈഡ്, നല്ല സൈഡിന്റെ ഗുണങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പെരുമാറേണ്ടി വരും. ഇടയ്ക്കിടക്ക് മറ്റേ ചീത്ത സൈഡിന് 2-3 പോയിന്റ് ഒക്കെ എടുത്തിട്ട് കൂടെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ പോലെ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ I don't think anybody will learn to be like that. But then ഞാൻ ഒരു 12 മണി റൂൾ വെച്ചിട്ടുണ്ട്. 12 മണിക്ക് മുൻപ്
ഞാൻ കാരണം വേറെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വൃത്തിയായിട്ടവനാണ്. 12 മണിക്ക് ശേഷം കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആ റൂളിന്റെ അനുസരിച്ച് വേണം അല്ല അങ്ങനെ നേരത്തെ ബിക്കോസ് ഐ യൂസ് ടു തിങ്ക്, നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആൾക്കാർ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അയ്യോ അത് വേറെ നല്ല രീതിയിൽ പറയാറുന്നല്ലോ, ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ വെറുതെ ആലോചിച്ചെടുത്ത മണ്ടത്തര സാധനങ്ങളാണ് ഇതൊക്കെ. വെറുതെ ഉച്ചവരെ ആരോടൊന്നും വരെ ബുദ്ധൻ, ഫുൾ ശാന്തി. 12 മണിക്ക് ശേഷം വെറും ഭ്രാന്തൻ. Just be nice to people generally and things like that. അവിടെ തന്നെ things are easier. മറ്റേന്ന് വെച്ചാൽ നമ്മളാ കണ്ട സ്പേസിൽ കൊണ്ടുവന്ന് ഇടും. അപ്പൊ നമ്മളല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ഉണ്ടാവുന്നതാണ്. അല്ല ദാറ്റ്സ് ഓൾ അൺനാച്ചുറൽ. അല്ലാത്ത സെറ്റ് ആൻഡ് എവറിത്തിങ് ഇസ് യൂഷ്വലി വെരി പീസ്ഫുൾ. ഒരു സെറ്റ് വർക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും, അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഓക്കെ. ഇപ്പൊ മിക്കവരുടെ അടുത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഈവൻ ഇൻഫ്ലുവൻസർ തൊട്ട് ആക്ടേഴ്സ് വരെ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പബ്ലിക് ഫിഗർ അറ്റേറിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പം അവർക്കൊക്കെ കുറച്ച് കൺസേൺസ് ഉണ്ടാവും ഒരു ക്യാമറ ഫ്രണ്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യുമ്പോൾ. അങ്ങനെ ബോധേർഡായിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട്. ആ ഒരു കാറ്റഗറിയിലാണോ ശ്രീനാഥേട്ടൻ? എങ്ങനെയാ, ഭയങ്കര ബോധറിങ് ആണോ അബൌട്ട് സൊസൈറ്റി, അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കുകയും വേണമല്ലോ ആസ് ഒരു ആക്ടർ, നമുക്ക് അങ്ങനെ ഒരു ഇത്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ഘടകങ്ങളിലൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? തനിക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? എല്ലാം ഇവരെ ശരിക്കും നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് മറ്റുള്ളവർ പറയുന്നതും കേട്ട് ജീവിക്കാനാണ്. പിന്നെ എന്നെ എനിക്ക് കിട്ടൂല. I like that. I like being different and not like I'm okay believing in what I believe in. ഓക്കെ, അതിലൂടെ തന്നെ പോകാനാണ്. എന്നുവെച്ചാൽ അത് ഓക്കെ ആണ്. നമ്മളങ്ങനെ കൺഫൈൻഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ശ്രീനാഥേട്ടനും പറഞ്ഞ പോലെ തന്നെ ചില ബേസിക് കാര്യങ്ങളുണ്ടല്ലോ, ദ വേ സൊസൈറ്റി റൺസ്, ദ വേ തിങ്സ് ആർ, നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ ശരിയാവണമെന്ന് പറഞ്ഞത്. But there are basic things that you have to do and that you do, and it's all relative. എന്റെ ശരികളും തന്റെ ശരികളും വേറെ. അങ്ങനത്തെ ചെറിയ ചെറിയ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ബേസിക് പരിപാടിയിൽ നിന്നിട്ട് ഐ വോണ്ട് ടു ഡു ദി അതർ തിങ്, നോട്ട് വാട്ട് എവരിബഡി ഈസ് ഡൂയിങ്. ഇത് ചിന്താഗതി കാര്യമാണ്. അത് കേൾക്കുന്ന പാട്ടുകൾ മുതൽ കാണുന്ന സിനിമകൾ മുതൽ സംസാരിക്കുന്ന ആൾക്കാർ വരെ, പരിചയപ്പെടുന്ന ആൾക്കാർ, അതൊക്കെ അതിന് എഫക്റ്റ് ചെയ്യും. അതുപോലത്തെ ആൾക്കാരായി മാറും. അതുപോലത്തെ നല്ല ക്രൗഡുകൾ വരും. ഞാൻ അതൊക്കെയാണ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞൊരു 3 കൊല്ലം, ലെറ്റ്സ് സേ ലൈക്ക് സിൻസ് ഐ ഗോട്ട് സെപ്പറേറ്റഡ് ആൻഡ് I've been living with my parents, so അത് ചേഞ്ച്ഡ് മീ ആസ് എ പേഴ്സൺ. എനിക്ക് എന്നെ തന്നെ പഠിക്കാനും, എന്റെ ചുറ്റുവട്ടം പഠിക്കാനും, എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ പഠിക്കാനും, എന്റെ എന്റെ ഡിവോഴ്സിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് സ്വന്തമായിട്ടുള്ള സമയം കിട്ടിയത്. എനിക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ആൾക്കാർ എന്നെ എങ്ങനെയാ കാണുന്നത്. Because I had time for myself. Finally അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് വന്നു. അപ്പോ ലൈക്ക് ഹൗ യു സെഡ്, ഗ്രൗണ്ടഡ് ആയി, കാര്യങ്ങൾ മാറി, ഞാൻ മാറി. ഇപ്പോ സോ ഇറ്റ്സ് ഫൺ. ഇറ്റ്സ് ജസ്റ്റ് ലൈഫിന്റെ ഓരോ ഓരോ പ്രോസസ്സാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഞാൻ. സോ ഐ എം ടേക്കിംഗ് എവറിത്തിങ് ബൈ ദി ചെസ്റ്റ്. പ്രണയത്തെ എങ്ങനെയാ നോക്കി കാണുന്നത്? പ്രണയം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണോ? പേടിയാണ് എനിക്ക്. But I love it, man. Like, of course, ഭയങ്കര അടിപൊളിയല്ലേ when you like somebody and ഭയങ്കര. I'm just taking it easy now. Okay. അത്രയൊക്കെ ഏജിലേക്ക് പോവല്ലേ? ശാന്തി വൈബ്സ് ആവണ്ട. കുറച്ച് പ്രണയം, റോസാപ്പൂ ഒക്കെ. Let's hope so. നല്ല റോസാപ്പൂ വരണമെങ്കിൽ ചെറിയ പണി കൊടുക്കാം നമുക്ക്. ഓക്കെ. റോസാപ്പൂക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? Oh no. പറ. She should be a great girl. That's all. She should have personality and ഭയങ്കര കെയറിംഗ് ആയിരിക്കണം. ഫണ്ണി ആയിരിക്കണോ? Should be nice to be around with. I mean, അവളുടെ അടുത്തൊക്കെ ഇത്തിരി രസം ഉണ്ടാവണം. എന്റെ അത്ര ഫണ്ണി മതിയോ? എന്നെ പോലെ ഫണ്ണി? എന്റെ അനിയനല്ലേ ഇവിടെ? Flirting in an interview, babe. അല്ല, ഞാൻ കല്യാണം കഴിച്ചതാ. സത്യം, താല് വരുന്നുണ്ട് എന്റെ കഴുത്തേൽ. എത്ര നാളായി? 2 years ആവും. Oh, beautiful, man. Congrats to you. Thank you. I did that for 6 years. Yeah, so
എന്നെ That's it. അനുഗ്രഹിച്ചേക്ക്. God bless you. എന്റെ God bless you. senior ആണല്ലോ. All the best to you. താങ്ക് യു. ഇങ്ങനെ തന്നെ ഇരുന്നാ പോരാ ഞാൻ പിന്നെ അല്ലേ? വേറെ കസേരയിലൊക്കെ ഇരിക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് നമ്മുടെ ഫാൻസിന്റെ സൈഡിൽ നിന്ന്, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓക്കെ, ചേട്ടയും ശ്രീനാഥനുള്ള കണക്ഷൻ അനിയനാ? ശ്രീകാന്ത് അനിയനാട്ടോ. ഓ വി ആർ വെരി ക്ലോസ്. ഉണ്ണിക്കുട്ടനാണ് എന്റെ ബാൻഡും കാര്യങ്ങളൊക്കെ നോക്കണം. ശ്രീകാന്ത് എന്നാണ് അവന്റെ പേര്. 4 years ഡിഫറെന്റ്. അവൻ വൈപ്പിലാണ് താമസിക്കണത്, ദിസ് വൈഫ്. ആൻഡ് എന്റെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്, ലേബല് നോക്കുന്നത്, സ്റ്റുഡിയോ കൊണ്ട് നടത്തുന്നത് എല്ലാം ഉണ്ണിക്കുട്ടനാണ്. സോ ഉണ്ണി ഈസ് ലൈക്ക് മൈ ബാക്ക് ബോൺ. ഉണ്ണിയാണ് തോമസ് ഷെൽബി, ഇത് ആർത്തർ ഷെൽബി, അതാണ് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ വാഴ 2 ഇപ്പം ഭയങ്കര I love those guys. I like Hashir. They're all really nice. Comedy ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. ആ മൂവി കണ്ടോ വാഴ? No, I haven't seen Vada 1 or 2, but I'll watch it. ഓക്കെ ഓക്കെ I love their stuff. എനിക്ക് അവന്റെ യൂട്യൂബ് ഭയങ്കര ഇഷ്ടമായി. I always watch his stuff. Okay. അടിപൊളിയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും സക്സസ്, ഇത്ര അപ്രീസിയേഷൻ കിട്ടിയപ്പോ കാണണം എന്ന് Yes, തോന്നി. yes. എടാ ഞാൻ മിനിഞ്ഞാന്നാണ് ഫ്രീ ആയിരുന്നു. ഷൂട്ട് Shoot ചെയ്യാൻ free ആയി. ഞാൻ പോകാൻ പോണ പടങ്ങൾ ഇനി ഇനി ഇരുന്ന് കാണാൻ പോണല്ല. ഇരുന്ന് കാണാൻ പോണേ. അതിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബോണ്ടിങ്, സിബ്ലിങ്സ് ബോണ്ടിങ് ആണ്. ഞാനത് പറഞ്ഞു, എല്ലാരും പറഞ്ഞു. ഞാൻ മൂവി കണ്ടിട്ട് എനിക്ക് അവന്റെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അവന്റെ ഉമ്മച്ചിയുടെ കൂടെ ഉള്ള വീഡിയോ ഒക്കെ വെരി ഈസ് എ റിയൽ ഗായ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ I want to see what they've done in the movie. അടിപൊളിയായിരിക്കും, I'm sure. ഓക്കെ. കാരണം ആ മൂവി കണ്ടു കഴിഞ്ഞത് എല്ലാരും അവരുടെ ഞാൻ എന്റെ അനിയനെ കരഞ്ഞുകൊണ്ട് വിളിച്ചു, നീ എവിടെയാണ് അത്? ഞാൻ ആ മൂവി കണ്ടു കഴിഞ്ഞിട്ട് വിളിക്കണേ. അതെ, That's beautiful. അവനിപ്പോ പുച്ചൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അവന് ശരി That is so sweet. ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യണം. അപ്പൊ എന്തായാലും കാണാം. അപ്പൊ ചേട്ടൻ ഉണ്ണിക്കുട്ടനെ വിളിക്കും. For sure. I will watch it. യെസ്, അത് എന്റെ കരഞ്ഞ് കെട്ടിപ്പിടിക്കും ബ്രദറിനെ, ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച്. എന്റെ പുന്നാരനിയൻ എങ്ങനെ പറയുമോ. ഇനി ലാസ്റ്റ് ആയിട്ട് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫാൻസ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തു. ആ. അപ്പൊ മീറ്റ് സമയത്ത് ഫാൻസിന് എന്താ പറയാനുള്ളത്? ഫാൻസിനോട് എന്താ പറയാനുള്ളത്? ഇത്രയും ഡിസ്റ്റൻസ് എന്നൊക്കെ വന്ന ആൾക്കാരോട് ലൈക്ക് I just really want to thank you and thank you for coming, and it'll be better than chaya and t-shirt than this time, I'm telling you. But these people are like been following me for like so many years now. Yeah. It's not just for this. I just want to thank you for everything you guys have done, man. Thank you so much, man. താങ്ക് യു. ഇനി നെക്സ്റ്റ് ആർക്കെങ്കിലും ചോദിക്കാനുണ്ട്? ബിയർഡ് അസോസിയേഷൻ ടീം മതി ഒരു ക്വസ്റ്റ്യൻ മതി. നിർത്താം. നിർത്താന്നുള്ള ഒരു സിഗ്നൽ വന്ന് നിർത്തട്ടെ. പോരടാ. ഓക്കെ, കർക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. പ്രൊഡ്യൂസറെ മൈക്കട്ടെ ടോക്ക് ബാക്കിൽ പറയുന്നുണ്ടല്ലേ. ഇടക്കിടക്ക് Cool. Is it okay? We can stop? Okay. ഓക്കെ ഓക്കെ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് കർക്കത്ത മൂവിയെ പറ്റിയും ഈ ഫാൻസിനെ പറ്റി ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? So this is a movie made by Subhash, and all of us had a great time shooting this movie. Mr. Subhash Lalitha Subramaniam directed this with Kimberly and Ankush. Producing this movie, spending money on him. Enikum, Feminakum, Abhi, Raveen, my guy, your brother. All of us got to do some really cool stuff. Yeah. This is going to be a dance, horror, comedy movie, and I hope you all like it, and I hope you all come and watch the movie with us. Releasing on the 8th, isn't it? On the 8th. So Yes. thank you so much. Thank you for the support, and God bless you all. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എനിക്ക് വേണ്ടി ടൈം തന്നതിന്. Thank you. Thank Good you. show. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് ടൈമാണ് കാണുന്നതും ഞാൻ കൂടുതൽ അറിഞ്ഞേ ഉള്ളൂ. പക്ഷെ എനിക്ക് നേരിട്ട് കാണുമ്പോഴാണല്ലോ ഒരു വ്യക്തിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനും Nice to meet you. സംസാരിക്കാനും. Nice to meet you. All the best to you. എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. Thank you. ഒന്ന് രണ്ട് ഫാൻസിന് ഫോട്ടോസ് ഒന്നും I'll take എടുക്കാനായിട്ട്. photos with everybody. No problem. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പം May 8th കറക്കം നല്ല സക്സസ് Oh, ആവട്ടെ. invited. You should come. ഉറപ്പായിട്ട് ഇനിയുള്ള എല്ലാ മൂവീസും ശ്രീനാഥേട്ടന്റെ അടിപൊളി ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.